So we move to the next section, that is module 1, section 3, doubly reinforced beam. In previous section we discussed about singly reinforced beam. Doubly reinforced beam means in reinforced concrete structures, a doubly reinforced section is a concrete section reinforced in both compression and tension region. In the figure, this is the region of compression zone and this is the region of tension zone. Here in compression zone we provided the reinforcement and also tension zone we provided the reinforcement. Both sides are, we can see the reinforcement. This is the condition of doubly reinforced beam. Doubly reinforced beam ആവുന്ന സമയത്ത് നമ്മളൊരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ കംപ്രഷൻ സ്ട്രെസ്സും ടെൻഷൻ സ്ട്രെസ്സും ഒരേ രീതിയിൽ ആക്ട് ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ കംപ്രഷൻ സോണിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ടെൻഷൻ സോണിലും റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഈ കണ്ടീഷനിൽ ബോത്ത് സൈഡ്സിൽ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. Then we move to a problem to determine the moment of resistance. The problem is determine the moment of resistance of beam having the following data. B equal to 350 mm, D equal to 900 mm, DC equal to 50 mm, tension reinforcement of cement, 5 number of bars 20 mm diameter of bars, HYSD അതായത് Fe415 steel. Compression reinforcement 2 numbers of 20 mm diameter HYSD bars, that is Fe415 steel. M50 concrete. ഇവിടെ ഡിറ്റർമൈൻ ദ മൊമെന്റ് ഓഫ് സെക്ഷൻ ആണ്, അതായത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതി. B equal to 350 mm, D equal to 900 mm, DC AST 5 number of 20 mm diameter ആയിരുന്നു. സോ ASC 2 number of 20 mm diameter ആയിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ കംപ്രഷൻ സോണിന്റെ ഏരിയനെ ASC, അതുപോലെ ടെൻഷൻ സോണിന്റെ ഏരിയനെ AST, ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ AST ASC, FCK വാല്യൂ FY വാല്യൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹിയർ we want to design stresses in compression steel. ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട്, ഡിസൈൻ സ്ട്രെസ് ഉണ്ട് ബൈ ദ ഫാക്ട് ഓഫ് കംപ്രഷൻ സ്റ്റീൽ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ IS 456-1978 ടേബിൾ F, പേജ് നമ്പർ 13. പേജ് നമ്പർ 13 ഒരു ടേബിൾ F കാണാൻ കഴിയും. അതിൽ 2 വാല്യൂസ് ഉണ്ട്, DC/Dയുടെയും FYയുടെയും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് FSCയുടെ വാല്യൂ ആണ്. ആ കോഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. സോ DC/D ഈസ് ഈക്വൽ ടു 0.055 എന്ന് കിട്ടും. അതിന് നമ്മൾ 0.5 ആയിട്ട് എടുക്കുന്നു. ആൻഡ് FY എന്ന് പറയുന്നത് 415 ആയിട്ട് എടുക്കുന്നു. സോ 0.05 ആൻഡ് 415 ഇന്റർപ്രിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ FSC ഈസ് കറസ്പോണ്ടിങ് FSC ഈക്വൽ ടു 355 Nm/mm². Then we move to step 2. As usual, singly reinforced beam നമ്മൾ ചെയ്ത പോലെ തന്നെ total compression force is equal to total tension force, that is 0.36 FCK BXU plus FSC ASC is equal to 0.87 FY AST. ഇതിൽ നിന്നും XU കാണേണ്ട ഇക്വേഷൻ ഫോം ചെയ്യുന്നു. 0.87 FY AST minus FSC into ASC divided by 0.36 FCK B. ഇവിടെ കംപ്രഷൻ ഫോഴ്സിന്റെ കേസിൽ നമുക്ക് ഒരു എന്തുകൂടെ വരുന്നുണ്ട്? ഒരു ഡിസൈൻ കംപ്രഷൻ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ സ്ട്രെസ്, ഡിസൈൻ സ്ട്രെസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ കൂടി വരുന്നുണ്ട്. അതാണ് ഇക്വേഷനിൽ വരുന്ന മാറ്റം. സോ ഇതിലെല്ലാ വാല്യൂസും നമുക്കറിയാം. നമ്മളത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XU എന്ന് പറയുന്നത് 182.05 mm എന്ന് കിട്ടി. ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3. ആസ് യൂഷ്വൽ ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. IS 456 415 കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU max/D എന്ന് പറയുന്നത് 0.48 ആണെന്ന് അറിയാം. ഇതിൽ നിന്നും XU max കണ്ടുപിടിച്ചു. 0.48 into D, 0.48 into 900, 432 mm. Then the next step, as usual, types of the section. Here XU എന്ന് പറയുന്നത് 182.05, XU max എന്ന് പറയുന്നത് 432 mm. So
XU is less than XU max. XU max ആണ് ഇവിടെ വലുത്. So it is in under reinforced section. Then step 5, find out the moment of resistance, MU. Equation 0.36 FCKB XU into D minus 0.42 XU. ഇത്രയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് FSC ASC ഇൻറ്റു D മൈനസ് DC. ഇതിലെയും എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ 472.93 കിലോ ന്യൂട്ടൺ. ഇതാണ് ആൻസർ വരിക. സോ ഒരു ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം സെക്ഷനിൽ പ്രോബ്ലം, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് പ്രോബ്ലം കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ആദ്യം ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ആണ് എന്ന് കൺഫേം ചെയ്യാൻ അതിൽ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റിന്റെയും കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റും തന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. സോ ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ നമ്മൾ തന്ന ഡാറ്റാസ് എഴുതി. ദെൻ ഡിസൈൻ സ്ട്രെസ്സസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ FSC കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ പഴയ പോലെ ന്യൂട്രൽ ആക്സിസ് കണ്ടു, ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് കണ്ടു, സെക്ഷൻ കമ്പയർ ചെയ്തു. ഏത് സെക്ഷനാണോ, അണ്ടർ ആണോ, ബാലൻസ്ഡ് ആണോ, ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ എന്ന് കണ്ടുപിടിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം. നേരത്തെ സെക്ഷനിൽ നമ്മൾ ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് സെക്ഷനിലെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുന്നത്. ഹിയർ ഡിസൈൻ ഓഫ് ഡബ്ല്യു റെയിൻഫോഴ്സ്ഡ് ബീം. ഞാൻ സ്റ്റെപ്പുകളായിട്ട് പറയുന്നില്ല, പ്രോബ്ലത്തിൽ സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. സോ പ്രോബ്ലം നമ്പർ 1, RCC beam of size 230 by 450 mm, overall depth, carries a UDL of 20 kN per meter, excluding self-weight. The effective span of the beam is 5.5 meter. Design the beam using M20 concrete and FE 500. Assume effective cover as 50 mm. ഇൻ പ്രീവിയസ് പ്രോബ്ലം, അതായത് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുമ്പോൾ അവിടെ നമുക്ക് ഏരിയ ഓഫ് കംപ്രഷനും ഏരിയ ഓഫ് ടെൻഷനും തന്നതുകൊണ്ട് അത് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീമാണെന്ന് കൺഫേം ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. സോൾവ് ചെയ്ത് തുടങ്ങിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നു. B is equal to 230 mm, overall depth D is equal to 450 mm, DC cover thickness 50 mm, W1 live load 20 kN per meter, effective span 5.5 meter, FCK 20 Newton per mm square, FY 500 Newton per mm square. Effective depth is equal to overall depth minus cover thickness 450 minus 50 is equal to 400 mm. So move it to the first step. Here effective depth already നമുക്ക് കിട്ടി, effective span നമ്മുടെ കയ്യിലുണ്ട്. So here the first step is load. We want to calculate load. ഫസ്റ്റ് ആ ബീമിനൊരു ഡെഡ് ലോഡ് ഉണ്ടാവും. ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ആ ബീമിനൊരു ഡെഡ് ലോഡ് ഉണ്ടാവും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 മീറ്റർ ലെങ്ത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിലും ബ്രെഡ്ത്തിലും അവിടെ ഉണ്ടാവുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് എത്രയാണ് എന്നാണ് ആ ഡെഡ് ലോഡ് മീനിങ് ചെയ്യുന്നത്. സോ ഹിയർ സെൽഫ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 25 ഇൻറ്റു ബി ഇൻറ്റു ഓവറോൾ ഡെപ്ത് ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് ഇവിടെ 1 മീറ്റർ ആണ് എടുക്കുന്നത്. ഡി 0.5, ബി 0.23, 230 mm ആണ് വിഡ്ത്ത്. സോ 0.23, 25. സോ ഡെഡ് ലോഡ് ഈസ് ഈക്വൽ ടു 2.58 kN per meter. ദെൻ നമുക്ക് പ്രോബ്ലത്തിൽ ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 20 kN meter. സോ ദ ടോട്ടൽ ലോഡ് ഈസ് 20 plus 2.58, that is 22.58 kN per meter. Converted into factored load, WU is equal to 22.58 into 1.5, 33.87. It's approximately we taken as 34 kN per meter. Then we move to the second step, that is moment. First step we find out the loads and then we move it to calculate moment. MU UDL ആണ്. So WU L square by 8. 34 into 5.5 square by 8, 128.56 kN meter. Then the third step is
already find out mu, so the third step is limiting moment of resistance, that is mu limit. As we know, by IS 456 2000 page number 96, the equation is mu limit is equal to 0.36 xu max by d into 1 minus 0.42 xu max by d into bd square fck. Here xu max by d of Fy is 500. So page number 72 we get xu max by d is 0.46. ബാക്കി വാല്യൂസ് ഒക്കെ നമുക്കറിയാം. സോ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ mu ലിമിറ്റ് എന്ന് പറയുന്നത് 98.3 കിലോ ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. സോ നമുക്കിവിടെ mu ലിമിറ്റും കിട്ടി. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീമാണോ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീമാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ വി മൂവ് ഇറ്റ് mu is greater than mu limit. So it is a doubly reinforced beam. mu limit is greater than mu ആയിരുന്നെങ്കിൽ അത് സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആയിരിക്കും. പക്ഷെ ഇവിടെ mu ആണ് mu ലിമിറ്റിനേക്കാൾ വലുത്. സോ ഇറ്റ് ഈസ് എ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം. സോ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻഷൻ സോണും ഉണ്ട്, കംപ്രഷൻ സോണും ഉണ്ട്. സോ ഒരു ബെൻഡിങ് മൊമെന്റും ഉണ്ട്, ലിമിറ്റിംഗ് ബെൻഡിങ് മൊമെന്റും ഉണ്ട്, ഒരു അഡീഷണൽ മൊമെന്റും കൂടി ഇവിടെ ഉണ്ടാവും ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീമിന്റെ കേസിൽ. സോ then we have an additional moment of resistance, that is mu2. So mu2 calculate ചെയ്യാണ് mu minus mu limit. mu ആണല്ലോ ഹയർ വാല്യൂ. സോ mu minus mu limit ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? mu2 കിട്ടും. ഇവിടെ അത് 13.26 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഡബ്ലി റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആവുന്ന സമയത്ത് ഒരു അഡീഷണൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ബിക്കോസ് mu എന്ന് പറയുന്നത് mu ലിമിറ്റിനേക്കാളും ഹയർ ആയതുകൊണ്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ mu2 equal to mu minus mu limit. Then we move it to the step 4, area of tensile reinforcement due to mu limit. അതായത് ഇവിടെ ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് mu ലിമിറ്റിന്റെ കേസിലുണ്ടാവാം, muന്റെ കേസിലുണ്ടാവാം, പിന്നെ കംപ്രഷന്റെ കേസിലും ഉണ്ടാവാം. ഫസ്റ്റ് നമ്മൾ അതിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ഡ്യൂ ടു mu ലിമിറ്റ്, ദാറ്റ് ഈസ് AST1. സോ AST1 ഈക്വൽ ടു mu ലിമിറ്റ് ഡിവൈഡഡ് ബൈ 0.87 Fi ഇൻറ്റു d മൈനസ് 0.42 xu max. ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST1 എന്ന് പറയുന്നത് 697.23 കിട്ടും. ഇതിനെ അറൗണ്ട് ചെയ്ത് 698 mm² കിട്ടും. ദെൻ സ്റ്റെപ്പ് 5 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു AST1 ആണ് കണ്ടുപിടിച്ചത്. സോ നമുക്ക് ഇവിടെ ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീലാണ്. ആ കംപ്രഷൻ സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ഏരിയ ഓഫ് കംപ്രഷൻ റെയിൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ഡ്യൂ ടു ദ അഡീഷണൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിസൈൻ ഓഫ് കംപ്രഷൻ FSC by IF 456-1978 page number 13 table F. We get the value of FSC. രണ്ടാമത്തെ കോഡ്. അതിന് നമുക്ക് വേണ്ട വാല്യൂസ് ഏതൊക്കെയായിരുന്നു? DC/D 50/400 0.125, FIയുടെ വാല്യൂ 500. ആ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. FIയുടെ വാല്യൂ 500. ദെൻ നമുക്കിവിടെ ഉള്ളത് 0.125 ആണ്. സോ 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടും 0.15ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂയെ കോഡിലുള്ളൂ. ഇത് ഇന്റർപോളേറ്റ് ചെയ്താൽ മാത്രമേ 0.125ന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. സോ 0.1412 0.125 നമുക്ക് കണ്ടുപിടിക്കേണ്ട FSC, 0.15 395. ഇന്റർപോളേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 0.15 minus 0.10 divided by 0.15 minus 0.125 equal to 395 minus 412
divided by 395 minus FSC. നിങ്ങൾ +2 ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്റർപോളേഷനും ഇക്വേറ്റിംഗും ഒക്കെ പഠിക്കുന്നില്ലേ, ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു വാല്യൂ വരുവാണെങ്കിൽ ടോപ്പ് വാല്യൂ, അതായത് മൈനർ വാല്യൂ മൈനസ് ടോപ്പ് വാല്യൂ, മൈനർ വാല്യൂ മൈനസ് മിഡിൽ വാല്യൂ ഈക്വൽ ടു സെയിം. ഇത് ഈ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞ് സോൾവ് ചെയ്താൽ FSC ഈക്വൽ ടു 403.5 എന്ന് കിട്ടും. സോ in step 5 we find out FSC using IS 456-1-1978, page number 13, table F. The value we get by interpolating, that is FSC equal to 403.5. Then the next step, area of compression steel due to the additional moment of resistance. അതായത് MU2 പ്രകാരമാണ് ASC ഉണ്ടാവുന്നത്, ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ഉണ്ടാവുന്നത്. സോ ASC ഈക്വൽ ടു MU2 ഡിവൈഡഡ് ബൈ FSC ഇൻറ്റു D മൈനസ് TC. ഇതാണ് ASC ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇത് പഠിക്കുക തന്നെ വേണം. സോ അതിൽ നമ്മളെ വാല്യൂസ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 217.24 mm² കിട്ടും. സോ ASC കണ്ടു, AST1 കണ്ടു. നമ്മൾ അഡീഷണൽ മൊമെന്റ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ടെൻഷൻ സോണിലും ഒരു എന്തുണ്ടാവും, ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ AST2 എന്ന് പറയുന്നു. സോ സ്റ്റെപ്പ് 7, ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ്, ടെൻസൈൽ സ്റ്റീൽ ഡ്യൂ ടു അഡീഷണൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് AST2 0.87 FI AST2 ഈക്വൽ ടു FSC ഇൻറ്റു ASC. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ AST2ന്റെ ഫോമിലേക്ക് മാറ്റുന്നു. Then we put it the value, we get AST2. So ഒന്നുകൂടി പറയാം, അഡീഷണൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെൻസൈൽ അതായത് റെയിൻഫോഴ്സ്മെന്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ MU ലിമിറ്റിന്റെ ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് AST1 കണ്ടു. ദെൻ കണ്ടുപിടിക്കേണ്ടത് കംപ്രഷൻ സോണിലെ ASC ആണ്. സോ അതിനു വേണ്ടി ഡിസൈൻ ഓഫ് കംപ്രഷൻ സ്ട്രെസ് കണ്ടു, FSC കണ്ടു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ASC കണ്ടു. ദെൻ അഡീഷണൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡ്യൂ ടു ഉള്ള ഏരിയ ഓഫ് സ്റ്റീൽ AST2 കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാർസ്. ഹിയർ AST, അതായത് ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് AST എന്ന് പറയുന്നത് AST1 പ്ലസ് AST2 ആണ്. സോ അത് പ്രകാരം ടോട്ടൽ AST കിട്ടി, ASCയും കിട്ടി. ദെൻ AST കാണാം. ആദ്യം AST കാണുന്ന സമയത്ത് AST കാണാം മീൻസ് ASTയുടെ നമ്പർ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് കാണാം. അതിന് നമ്മൾ 60 mm ഡയമീറ്റർ ഓഫ് ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ N1 ഈക്വൽ ടു AST, total AST divided by pi by 4 into 16 square, that is equal to pi by 89. അതായത് ഇവിടെ കിട്ടിയ AST2 divided by pi by 4 into 60 square 4.46, that is 5 numbers. Then ASCക്ക് നമ്മൾ കംപ്രഷൻ സോണിൽ നമ്മൾ 12 mm ഡയമീറ്റർ ഓഫ് ബാർസ് ആണ് കൊടുക്കുന്നത്. സോ നമ്പർ ഓഫ് ബാർസ് N2 ഈസ് ഈക്വൽ ടു ASC divided by pi by 4 into 12 square, that is 1.9 to 2 numbers. So area of tension steel നമ്മൾ 60 mm diameter of bars 5 numbers-ഉം area of compression zone 12 mm diameter of bars 2 numbers-ഉം ആണ് കിട്ടുന്നത്. Provide 5 bars of 60 mm diameter as tension reinforcement and 2 bars 12 mm diameter of compression reinforcement. Then we draw the figure. 450 mm depth, overall depth, 230 mm effective width, 400 mm effective depth. In tension zone, 5 number of bars, 16 mm diameter. In compression zone, 2 mm bar, 12 mm diameter. This is the beam design figure. Is it clear? The next problem is design the reinforcement for a reinforced concrete beam 300 mm wide and 400 mm deep
of grade M20 concrete to resist ultimate moment of 150 kilonewton meter. Use mild steel bars. ഇവിടെ നമുക്ക് ബീം ഡിസൈൻ ചെയ്യാനല്ല, ഡിസൈൻ ദ റെയിൻഫോഴ്സ്മെന്റ് ഫോർ ദ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം. നമുക്ക് എന്തേ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? റെയിൻഫോഴ്സ്മെന്റ് മാത്രമേ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഫസ്റ്റ് വി റൈറ്റ് given data: B equal to 300 mm, D equal to 400 mm, FCK equal to 20 Newton per mm square, Fy is equal to 250 Newton per mm square, Mu 150 kilonewton meter. We want to find AST, ASC. So, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ASCയും ASTയും ആണ്. So, move it to first step. By IS 456-1978, പേജ് നമ്പർ 10, ടേബിൾ സി നമ്മൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് MU ലിമിറ്റ് ഈക്വൽ ടു 0.148 BD സ്ക്വയർ ഫോർ FI 250യുടെ കേസ് ഈ ഒരു ഇക്വേഷൻ കാണാൻ കഴിയും. സോ ലെറ്റ് അസ്യൂം ദ കവർ തിക്നെസ് ടു ദ ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് ആസ് 50 mm ആൻഡ് കവർ ടു കംപ്രസീവ് റെയിൻഫോഴ്സ്മെന്റ് ഈസ് 35 mm. അതായത് എഫക്റ്റീവ് ഡെപ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റിന്റെ കവർ 50 mm ആയിട്ടും കംപ്രസീവ് റെയിൻഫോഴ്സ്മെന്റ് DC ഈക്വൽ ടു എന്തുമായിട്ട് എടുക്കുന്നു? 35 mm ആയിട്ട് എടുക്കുന്നു. സോ എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 400 minus 50, ദാറ്റ് ഈസ് 450 mm. 450 mm and cover thickness is equal to 400 minus 50, 350 mm and DC equal to 35 mm. Then we find out MU limit 0.148, B കിട്ടി, D യും കിട്ടി. So BD square 108.78 kilonewton meter. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? MU തന്നിട്ടുണ്ട് 150 kilonewton meter. So MU limit compare ചെയ്യുന്നു. Here MU is greater than MU limit, so it is a doubly reinforced section. So we found out additional moment of resistance MU2. So ഒന്നുകൂടി പറയാം, തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിസൈൻ റെയിൻഫോഴ്സ്മെന്റ് ആണ്. ഇത് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണോ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണോ എന്ന് നമുക്ക് അറിയില്ല. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? MU ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് MU ആയിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണെന്ന് കൺഫേം ചെയ്യുന്നു. ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആയതുകൊണ്ട് അഡീഷണൽ മൊമെന്റ് ഉണ്ട്, അത് MU2 ആണ്. ആ MU2 കണ്ടുപിടിക്കുന്നു. സോ MU2 ഈസ് ഈക്വൽ ടു MU മൈനസ് MU ലിമിറ്റ്, ദാറ്റ് ഈസ് 41.22 kilonewton meter. Then step 2, area of tensile reinforcement due to MU limit AST1. MU ലിമിറ്റ് കൊണ്ടുള്ള ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് AST1. അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ XU മാക്സ് കണ്ടുപിടിക്കണം. സോ XU മാക്സ് ബൈ D ഓഫ് FI 250 എന്ന് പറയുന്നത് 0.53 ആണ്. സോ XU മാക്സ് ഈസ് ഈക്വൽ ടു 0.53 D. We can get it page number 72 IS 456-2000. So we find out XU max. Then AST1 ന്റെ ഇക്വേഷൻ നമുക്കറിയാം. MU ലിമിറ്റ് ഈക്വൽ ടു 0.87 FY D മൈനസ് 0.42 XU മാക്സ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വി ഗെറ്റ് AST1. സോ നമുക്ക് പ്രോബ്ലത്തിൽ ഡിസൈൻ ചെയ്യാനുള്ള പ്രോബ്ലം ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ആണ്. അതിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ദെൻ സ്റ്റെപ്പ് 3, ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ഡ്യൂ ടു അഡീഷണൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ നമുക്ക് ഏരിയ ഓഫ് AC ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ആദ്യം ഡിസൈൻ സ്ട്രെങ്ത്, അതായത് ഡിസൈൻ സ്ട്രെസ് വാല്യൂ FSC കാണണം. സോ പേജ് നമ്പർ 13, ടേബിൾ 5 by 190/78, we get, first we found DC by D 0.1, FI 250. So 0.1നും 250ക്കും കൺസേൺ ആയിട്ട് ആ ടേബിളിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഈസ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള റേഞ്ചിനേക്കാളും കുറഞ്ഞ മെൻഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ FSC എന്ന് പറയുന്നത് 0.87 ഇൻറ്റു ഡിസൈൻ സ്ട്രെങ്ത് FY ആണ് എടുക്കുക.
That means 0.87 into 250, 217 Newton per mm square. So, ശ്രദ്ധിക്കുക, FYയുടെ വാല്യൂ 250 ആൻഡ് ബിലോ ആണെങ്കിൽ നമ്മൾ 87 ഇൻറ്റു FY ചെയ്തിട്ടാണ് FSC കാൽക്കുലേറ്റ് ചെയ്യുക. Then move it to next step, that is area of compression steel due to additional moment of resistance, that is AC. mu2 minus divided by FSC into D minus DC, we get 603.02 mm square. Then the next step, we find out AST2, additional moment of resistance പ്രകാരം ടെൻസൈൽ സോണിൽ ഉണ്ടാവുന്ന റെയിൻഫോഴ്സ്മെന്റ് എത്ര. പിന്നെ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്, AST2 ഈക്വൽ ടു FSC ഇൻറ്റു AC ഡിവൈഡഡ് ബൈ 0.87 FY. അതും നമുക്ക് കിട്ടുന്നത് 603.03 mm square. Then we find out the number of bars. So അതിനെ നമ്മൾ ഫസ്റ്റ് ടോട്ടൽ AST കാൽക്കുലേറ്റ് ചെയ്യുന്നു, ASC കാൽക്കുലേറ്റ് ചെയ്യുന്നു. AST ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റിന് നമ്മൾ 25 mm ഡയമീറ്റർ ഓഫ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ N1 എന്ന് പറയുന്നത് AST by pi by 4 into 25 square, that is 4.95, that is 5 number of bars. 25 mm ഡയമീറ്റർ ഉള്ള 5 സ്റ്റീൽ ബാർസ് ആണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, ടെൻഷൻ സോണിൽ കൊടുക്കുന്നത്. ഇനി കംപ്രഷൻ സോണിലാണെങ്കിൽ 16 mm ഉള്ളത്, അപ്പം N2 എന്ന് പറയുന്നത് 2.92 വരും, അതായത് 3 നമ്പേഴ്സ് ആയിട്ട് എടുക്കും. സോ provide 5 bars of 25 mm diameter as tension reinforcement and 3 bars of 16 mm diameter as compression reinforcement. Last step, we draw the figure. 400 mm depth, 300 mm width, 3 number of 16 mm diameter, 5 number of 25 mm diameter. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കണം എന്നില്ല, കാരണം നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ റെയിൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാനേ ഉള്ളൂ. വരച്ചാൽ അത് നല്ലത്. ദാറ്റ്സ് ഓൾ. അപ്പം ഈ സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.